അതുകൊണ്ട് തന്നെ തുറന്ന മനസ്സുമായി, കണ്ണും കാതും തുറന്ന് മനസ്സും മസ്തിഷ്കവും സജീവമാക്കി ഈ സ്നേഹ സംവാദത്തെ നോക്കിക്കാണണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഈ സ്നേഹ സംവാദത്തിൽ തുറന്ന ചർച്ചക്കായി നാം തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം മോക്ഷത്തിന്റെ മാർഗം. മർമ്മപ്രസക്തമായ ഈ വിഷയത്തെ നിശ്ചയിക്കപ്പെട്ട സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് വിശദീകരിക്കുവാനാണ് ഈ ഉള്ളവൻ താൽപര്യപ്പെടുന്നത്. ഈ വിഷയ വിശദീകരണത്തെ സശ്രദ്ധം ശ്രവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും ചിന്തകളും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും. ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും, ഈ അർത്ഥത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ചും യാതൊരു ബോധവുമില്ലാതെ അലഞ്ഞു തിരിയുന്ന ഇന്നിന്റെ തലമുറക്ക് മുന്നിൽ മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ ആത്മീയതയുടെ പേരിൽ കപട ആത്മീയ കേന്ദ്രങ്ങൾ തഴച്ചു വളരുകയും അവിടങ്ങളിലുള്ള ആഭാസങ്ങളും അതിക്രമങ്ങളും കണ്ടും കേട്ടും ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന പൊതുസമൂഹത്തിന്റെ മുന്നിൽ ജീവിതത്തിന്റെ അർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രത്യേകമായ ഒരു ലക്ഷ്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പ്രതികരിക്കുന്ന, ജീവിതം പരമാവധി അടിച്ചുപൊളിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന ആധുനിക തലമുറയുടെ വികൃതമായ ചിന്തകളും എല്ലാം, ഇത്തരത്തിലെ ചിന്തകൾക്ക് മുന്നിൽ നമ്മുടെ വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മോക്ഷത്തെക്കുറിച്ച് തീർത്തും വികലവും വികൃതവുമായ വ്യത്യസ്തങ്ങളായ ചിന്തകളും ആശയങ്ങളും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കപ്പെടുന്ന മോക്ഷത്തിന്റെ മാർഗം എന്ന ഈ വിഷയത്തെ, അതിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ നമുക്കോരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജീവിതത്തെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വികലമായ വീക്ഷണങ്ങൾ, ദൈവം എന്ന ഒന്ന് ഇല്ലാത്തതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് മുന്നിൽ എല്ലാം അനുവദനീയമാണ്. അനനുവദനീയമായി ഒന്നും തന്നെയില്ല. എന്തുമാകാം, എങ്ങനെയുമാകാം എന്നുള്ള ദാർശനികനായ സാർത്രന്റെ ചിന്തകൾ ഒരു വശത്ത്, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും മോക്ഷവും പരമാവധി തിന്നലും കുടിക്കലും രസിക്കലും രമിക്കലും മാത്രമാണെന്ന് ഫ്രോയിഡിന്റെ ചിന്തകൾ, എപ്പിക്യൂറിയന്റെ ചിന്തകൾ മറ്റൊരു വശത്ത്, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും മോക്ഷവും നേടിയെടുക്കണമെങ്കിൽ കുണ്ടലിനിയെ ഉയർത്തണമെന്നും കുണ്ടലിനി എന്നതുകൊണ്ടുള്ള വിവക്ഷ ലൈംഗിക വീര്യമാണെന്നും അത് നേടിയെടുക്കാനുള്ള പരിഹാരമാർഗം സംഗരതിയാണ്, ഗ്രൂപ്പ് സെക്സ് ആണെന്നുള്ള വികൃതമായ ആശയങ്ങൾ മുന്നോട്ട് വച്ച താന്ത്രികാചാര്യനായ ഓഷോ രജനീഷിന്റെ ചിന്തകൾ മറ്റൊരു വശത്ത്, ജീവിതത്തിന്റെ യാതൊരർത്ഥത്തിലുള്ള ലക്ഷ്യബോധവുമില്ലാതെ അലഞ്ഞു തിരിയുന്ന മോഡേണിസ്റ്റുകൾ എന്നെല്ലാം പറയുന്ന ഇന്നിന്റെ പുത്തൻ തലമുറ ജീവിതം പരമാവധി ലൈഫ് എൻജോയ് ചെയ്യാൻ മാത്രമാണുള്ളത് എന്നും എല്ലാം ഒരു ടൈം പാസ് എന്ന ലാഘവത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ചിന്തകൾക്കിടയിൽ മോക്ഷത്തിന്റെ മാർഗം എന്ന വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ജീവിതത്തിൽ തന്റെ മനസ്സിൽ ജന്മം കൊണ്ട ആഗ്രഹങ്ങളെ പൂർണ്ണമായും നേടിയെടുക്കാൻ, തന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ നിരന്തരമായ പരിശ്രമങ്ങളിലും മത്സരങ്ങളിലുമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിന്റെ തലമുറ. അവർക്ക് മുന്നിൽ അനുവദനീയം അനനുവദനീയമെന്നോ, നന്മ തിന്മ എന്നോ,
സത്യം അസത്യമെന്നോ നീതി അനീതി എന്നോ ശരി തെറ്റ് എന്നോ ഒന്നുമില്ല. എല്ലാം ശരി. തങ്ങളുടെ മനസ്സുകൾക്ക് തോന്നലുകൾക്കനുസരിച്ച്, തങ്ങളുടെ മനസ്സിന്റെ താല്പര്യം അനുസരിച്ച് ശക്തമായി മുന്നോട്ട് മത്സരിച്ച് കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ തലമുറ, ഇവരെ സംബന്ധിച്ചിടത്തോളം സകലവിധ തോന്നിവാസങ്ങളിലേക്കും കാലെടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു ഇവർ. കാരണം ജീവിതം പരമാവധി അടിച്ചു പൊളിക്കാനും ആസ്വദിക്കുവാനുമുള്ള ചിന്ത. ദൈവം എന്ന ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തുമാകാം, എങ്ങനെയുമാകാം എന്നുള്ള വീക്ഷണങ്ങൾ. പലപ്പോഴും ഇത്തരം വികൃത ചിന്തകൾ അധാർമികതയുടെ അഗാധ തലങ്ങളിലേക്ക് മനുഷ്യനെ ആപതിപ്പിക്കുകയാണ് എന്നതാണ് പച്ചയായ സത്യം. അതുകൊണ്ട് തന്നെ കാറിന്റെ കീ പരസ്പരം കൈമാറുന്ന ലാഘവത്തോടെ, പരസ്പരം ഭാര്യമാരെ കൈമാറുന്ന വൈസ്വാപ്പിങ്ങുകൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. വിവാഹത്തിന് മുമ്പ് പലരുമായി കിടപ്പറ പങ്കിടുക എന്നത് ഒരു പ്രശ്നമായി തന്നെ കണക്കാക്കാതെ അതൊരു സമൂഹത്തിന്റെ ഒരു സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. എല്ലാ അർത്ഥത്തിലുമുള്ള തോന്നിവാസങ്ങളും അതിക്രമങ്ങളും അധാർമികതകളും പെരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇതിനിടയിലും തന്റേതായ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി മത്സരബുദ്ധിയോടുകൂടെ മനുഷ്യൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശക്തമായ കുതിപ്പിനിടയിൽ ജീവിത നൈരാശ്യത്തിന്റെ ഭാഗമെന്നോണം, അല്ലെങ്കിൽ പ്രേമ നൈരാശ്യമാകട്ടെ, അതുമല്ലെങ്കിൽ തന്റേതായ ആഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച, അത് നേടിയെടുക്കുന്ന രംഗത്തൊരു വീഴ്ച വന്നു ഭവിക്കുന്ന സമയം ഉടൻ ആത്മഹത്യയിൽ അഭയം തേടുന്ന ആത്മഹത്യാ കൂട്ടങ്ങൾ. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും മോക്ഷവും ബോഡിയിൽ നിന്ന് സോളിന് പറന്നു പോവാനുള്ള, അല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ വിമോചനം നൽകലാണ്, സൂയിസൈഡ് ചെയ്യലാണ്, ആത്മഹത്യ ചെയ്യലാണ് ജീവിതത്തിന്റെ ലക്ഷ്യവും മോക്ഷവുമായി മനസ്സിലാക്കിയ ആത്മഹത്യാ കൂട്ടങ്ങൾ മറ്റൊരു വശത്ത്. ഇതിനിടയിൽ പലപ്പോഴും സ്വാഭാവികമായ മരണത്തിന് വിധേയമാകുന്ന മനുഷ്യർ, എങ്കിലും അവന്റെ മനസ്സിൽ അടങ്ങാത്ത കൊതിയായി പൂതിയായി അവശേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ അനശ്വരത. എന്നൊന്നും ജീവിക്കണമെന്നുള്ള, എന്നൊന്നും നിലനിൽക്കണമെന്നുള്ള, അനശ്വരനായി തീരണമെന്നുള്ള ആഗ്രഹവും കൊതിയും പൂതിയും മനുഷ്യന്റെ മനസ്സിൽ എന്നൊന്നുമുണ്ട്. നൂറ്റാണ്ടുകളുടെ ചരിത്രങ്ങളുടെ താളുകൾ പരതുമ്പോൾ, ഇന്നലകളുടെ ചരിത്രങ്ങളുടെ താളുകൾ പരതുമ്പോൾ, ഫറവോ രാജാക്കന്മാരുടെ ചരിത്രത്തിന്റെ താളുകൾ പരതുമ്പോൾ, തങ്ങളുടെ മൃതദേഹങ്ങൾ അവർ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും അതിനുവേണ്ടി പണവും ചെലവഴിച്ചൊരു കാലം. ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ പൂർവ്വ പ്രതാപത്തോടെ തിരിച്ചു വരാമെന്നുള്ള ആഗ്രഹവും താല്പര്യവും. ഇന്നത്തെ കോടീശ്വരന്മാരായ സമ്പന്നന്മാർ തങ്ങളുടെ സമ്പത്തിന്റെ ഒരു പ്രധാന വിഹിതം മാറ്റിവെക്കുകയാണ് ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്റെ ശരീരത്തെ കേടുവരാതെ അഴുകിപ്പോകാതെ കാത്തു സംരക്ഷിക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ സയൻസ്, ശാസ്ത്രം മരണത്തെ അതിജയിച്ചാൽ പൂർവ്വ പ്രതാപത്തോടെ തിരിച്ചു വരാമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം. താൻ മരിച്ചാലും അവരന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവമായി കൊണ്ടെങ്കിലും നിലനിൽക്കാൻ തനിക്ക് കഴിഞ്ഞെങ്കിലെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ഭാഗമെന്നോണം കണ്ണും ഹൃദയവും വൃക്കയും ദാനം ചെയ്യുന്ന ആളുകൾ. താൻ ഈ ലോകത്തോട് വിട പറഞ്ഞാലും വരും കാലങ്ങളിലെ വരും തലമുറകളുടെ മനസ്സിലും മസ്തിഷ്കത്തിലും താനെന്നും ഓർക്കപ്പെടുന്ന, താനെന്നും സ്മരിക്കപ്പെടുന്ന, താനെന്നും ജീവിക്കുന്നൊരവസ്ഥ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമെന്നോണം ലോകാത്ഭുതങ്ങൾക്ക് തറക്കല്ല് പാവുകയും ആകാശഗോപുരങ്ങൾ പടുത്തുയർത്തുകയും ചെയ്യുന്ന ആളുകൾ. അതോടൊപ്പം യുക്തിവാദികൾ വരെ, ഭൗതിക ദർശനത്തിന്റെ വക്താക്കൾ വരെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ താഴെ എഴുതി വെക്കുന്നു, രക്തസാക്ഷി മരിക്കുന്നില്ല, അവൻ എന്നൊന്നും ജീവിക്കുമെന്നുള്ള വരികൾ എഴുതി വെക്കുന്ന ആളുകൾ. എന്തായിരുന്നാലും മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടവും ആഗ്രഹവുമാണ് അനശ്വരനാകണം, എന്നൊന്നും ജീവിക്കണം, എന്നൊന്നും നിലനിൽക്കണം എന്നുള്ള അടങ്ങാത്ത കൊതിയും പൂതിയും. പക്ഷേ മരണം എന്നതൊരു പച്ചയായ സത്യമായിരിക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അനശ്വരത കൊതിക്കുന്ന, തന്റേതായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ശക്തമായ മത്സരബുദ്ധിയോടുകൂടെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങൾക്ക് അവന്റെ ആയുസ്സിനപ്പുറമുള്ള കർമ്മഫലം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നത് ഒരു പച്ചയായ സത്യമാണ്. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ. വർഷങ്ങൾക്ക് മുമ്പുള്ള റേഡിയോയുടെ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമെന്നോണം അതിന്റെ നേട്ടവും ഗുണവും ഉപകാരവും ഉപയോഗവും ഇന്ന് ഈ 2011 സമൂഹവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആറ്റോമിക് ബോംബിന്റെ നിർമ്മാണവും
ഹിരോഷിമയിലും നാഗസാക്കിയിലും അതിന്റെ പ്രയോഗവും അതിന്റെ ദൂരവ്യാപകമായ ദുരന്തഫലവും ഇന്നും ആ പ്രദേശങ്ങളിൽ പിറന്നു വീഴുന്ന പിഞ്ചോമന മക്കൾ വല്ല അതിന്റെ ദുരിതം പേറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്റെ ആയുസ്സിനപ്പുറം കർമ്മഫലം ഉണ്ടാക്കാൻ കഴിയുന്നു മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ഇത്തരത്തിൽ നീണ്ടു നിൽക്കുന്ന സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിൽ, മനുഷ്യ കർമ്മങ്ങൾ അനശ്വരമാകുന്നുവെങ്കിൽ അവന് ലഭിക്കേണ്ട പ്രതിഫലവും അനശ്വരമാകേണ്ടതുണ്ട്. തത്തുല്യമായ പ്രതിഫലം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ. ഈ ലോകത്ത് വെച്ച് അത് സാധ്യമാണോ എന്ന ചിന്തക്ക് ഏറെ പ്രസക്തിയുണ്ട്. 10,000-കണക്കിന് മനുഷ്യരെ അറുകൊല ചെയ്ത് അവരുടെ നെഞ്ചത്ത് സംഹാരതാണ്ഡവമാടിയ ലോകം കണ്ട ക്രൂരന്മാരായ ഭരണാധികാരികൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾക്ക്, കൊടും ക്രൂരതകൾക്ക് തത്തുല്യമായ ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നിയമ സംവിധാനങ്ങൾക്കോ ഏതെങ്കിലും നിയമപീഠങ്ങൾക്കോ കൃത്യമായ പൂർണ്ണമായ ശിക്ഷ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചിന്തക്ക് പ്രസക്തിയുണ്ട്. ലോകത്തിന് നന്മക്ക് വേണ്ടി, സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഒട്ടനവധി പ്രയാസങ്ങളും മർദ്ദനങ്ങളും ഏറ്റെടുത്ത് നിരന്തരമായ നന്മകളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ലോകം കണ്ട മഹത്തുക്കൾ. പക്ഷെ പലപ്പോഴും അവർക്ക് സമൂഹം ചെരുപ്പിന്റെ മാലകളും കല്ലേറുകളും മുൾക്കിരീടങ്ങളായിരുന്നു പ്രതിഫലമായി നൽകിയിരുന്നത്. അവർ ചെയ്ത നന്മകൾക്ക്, അവർ ചെയ്ത പുണ്യകർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം ലഭിച്ചുവോ ലഭിക്കേണ്ടതില്ലേ എന്നുള്ള ചിന്തക്ക് പ്രസക്തിയുണ്ട്. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ബുദ്ധിയുടെ, മനുഷ്യന്റെ നീതിബോധത്തിന്റെ തേട്ടമാണ് മനുഷ്യ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദി കൂടിയേ തീരൂ. ഒരു ലോകം അനിവാര്യമാണ്. ആ ലോകത്തെക്കുറിച്ചാണ് മതം പരലോകമായി അത് വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്നത്. മനുഷ്യ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന, പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന നാളെയുടെ ലോകത്തെക്കുറിച്ച് മതം സംസാരിക്കുന്നു. ആ രംഗത്ത് ഒരർത്ഥത്തിലുള്ള അനീതിയും ഉണ്ടാവില്ല. ആ നാളെയുടെ ലോകത്ത് ആർക്കാണ് ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷയും അതോടൊപ്പം തന്നെ സ്വർഗപ്രവേശവും സാധ്യമാകുന്നുവോ അവനാണ് ആത്യന്തികമായി നിത്യജീവനിൽ പ്രവേശിച്ചവൻ, മോക്ഷം നേടിയവനെന്ന് മതം പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ വചനം, വബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വസിക്കുന്ന സൽക്രമകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും സ്വർഗപ്പൂങ്കാവനത്തെക്കുറിച്ചും താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ വചനങ്ങൾ. അതേസമയം വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ 2-ാം അധ്യായം ബഖറയിലെ 39-ാമത്തെ വചനത്തിൽ സത്യത്തെ നിഷേധിച്ച് തള്ളുകയും സട്ടാവിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കി തീർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ജ്വലിക്കുന്ന നരകശിക്ഷയുണ്ട് എന്നും അവരാണ് നരകാവകാശികളെന്നും അവരവിടെ നിത്യവാസികളായിരിക്കുമെന്നുള്ള ശക്തമായ താക്കീതും വിശുദ്ധ ഖുർആൻ നൽകുന്നു. മനുഷ്യ കർമ്മങ്ങൾക്ക് തത്തുല്യമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന, അതോടൊപ്പം തന്നെ പൂർണ്ണമായ വിചാരണ നടക്കുന്ന നാളെയുടെ ലോകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സഗൗരവം ലോകത്തെ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മരണത്തിന് ശേഷം മനുഷ്യ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള സൂചനകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഹൈന്ദവ ക്രൈസ്തവ ദാർശനിക പ്രമാണങ്ങൾ നൽകുന്നത്. പ്രത്യേകിച്ച് സ്വർഗലോകത്തെക്കുറിച്ച് കഠോപനിഷത്തിലെ പ്രഥമവല്ലിയിലെ പ്രഥമാധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാ ബിഭേദി ഉഭയ തീർത്ഥാശനായ പിപാസേ ശോകാദിഗോ മോദതേ സ്വർഗലോകേ തുടങ്ങിയ വരികൾ. സ്വർഗലോകത്ത് ഒരൽപ്പം പോലും ഭയമില്ല, ഒരർത്ഥത്തിലുള്ള പ്രയാസവും അവിടെ ഉണ്ടാവില്ല. അവിടെ വിശപ്പോ ദാഹമോ അനുഭവിക്കേണ്ടി വരില്ല. സകലവിധ സുഖവും സൗകര്യങ്ങളും ഉണ്ടാകുമെന്നും സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചാണ് കഠോപനിഷത്ത് നൽകുന്ന വിശദീകരണം. അതേസമയം തിന്മകൾ ചെയ്യുന്ന തിന്മയുടെ വക്താക്കൾക്ക് ലഭിക്കാനുള്ള നഷ്ടത്തെക്കുറിച്ചും നാശത്തെക്കുറിച്ചും ഈശാവാസ്യ ഉപനിഷത്തിന്റെ 3-ാമത്തെ വചനം ഉണർത്തുന്നു. അസൂര്യ നാമതേ ലോകേ അന്തേന തമസാ വൃത താംസ്ത്യ പ്രേത്യാഭിഗച്ഛന്തിയേ കേച്ചാത്മകനോജന. സൂര്യകിരണ സ്പർശനമേൽക്കാത്ത ആ ലോകങ്ങൾ അജ്ഞാനാന്ധകാരത്താൽ ആവൃതങ്ങൾ, സട്ടാവിനെ വിസ്മരിക്കുന്ന, സ്വന്തത്തെ കൊല്ലുന്ന, ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്ക് മോക്ഷം സാധ്യമല്ല എന്നും അവർ ഘോരാന്ധകാരത്തിൽ ആപതിക്കുമെന്നുള്ള വളരെ കൃത്യമായ വചനങ്ങൾ ഈശാവാസ്യ ഉപനിഷത്തിന്റെ 3-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള സന്തോഷ വാർത്തയും താക്കീതുമാണ് യേശുക്രിസ്തുവിന്റെ അധരങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 കൂടിയ വരികളിലൂടെ വളരെ കൃത്യമായി, നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കരുത്. ഇവിടെ കള്ളന്മാർ കുത്തി തുറന്നു കൊണ്ടുപോകും,
കീടങ്ങൾ കാർന്നു തിന്ന് നശിപ്പിക്കും. നിങ്ങൾ നാളെയുടെ ലോകത്തിനു വേണ്ടി, സ്വർഗലോകത്തിനു വേണ്ടി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അവിടെ കള്ളന്മാർ കുത്തിത്തുറന്നു കൊണ്ടുപോവില്ല, കീടങ്ങൾ തിന്ന് നശിപ്പിക്കില്ല. നാളെയുടെ ലോകത്തിനു വേണ്ടി, സ്വർഗലോകത്തിനു വേണ്ടി നിക്ഷേപങ്ങൾ ഒരുക്കാൻ, നിക്ഷേപങ്ങൾ ശേഖരിച്ചു വെക്കുവാനുള്ള നേർക്കുനേരെയുള്ള സാരോപദേശങ്ങൾ. അതേസമയം നരകശിക്ഷയ്ക്ക് കാരണമായി തീരാവുന്ന സകല അതിക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ശക്തമായ താക്കീതുകൾ. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 43 മുതൽ 50 കൂടിയ വരികൾ. നീ പാപം ചെയ്യാൻ നിന്റെ കൈയാണ് കാരണമാകുന്നുവെങ്കിൽ മുറിച്ചിടണം, കാലാണ് കാരണമാകുന്നുവെങ്കിൽ ആ കാല് മുറിച്ചിടണം, കണ്ണാണ് കാരണമാകുന്നുവെങ്കിൽ ആ കണ്ണ് നീ ചൂഴ്ന്നു കളയണം. 2 കൈയുമായി 2 കാലുമായി 2 കണ്ണുമായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒറ്റക്കയ്യനായി, വികലാംഗനായി, ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാകുന്നു എന്നുള്ള നരകത്തെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ താക്കീതുകൾ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 43 മുതൽ 50 കൂടിയ വരികളിലൂടെ നമ്മൾ വായിക്കുകയാണ്. ചുരുക്കത്തിൽ മനുഷ്യ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന, മനുഷ്യ കർമ്മങ്ങളുടെ കൃത്യമായ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചും ഒരു വേദിയെക്കുറിച്ചുമാണ് ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം മത ദാർശനിക പ്രമാണങ്ങൾക്ക് വളരെ കൃത്യമായി വിശദീകരിക്കുവാനുള്ളത്. ഏതൊരു മനുഷ്യനും അവന്റെ കർമ്മഫലം അവൻ തന്നെയാണ് അനുഭവിക്കേണ്ടത് എന്നിടത്താണ് മതദാർശനിക പ്രമാണങ്ങളുടെ കൃത്യമായ ആരംഭത്തുള്ള നിർദ്ദേശങ്ങൾ. പ്രത്യേകിച്ച് മക്കൾക്ക് പകരം പിതാക്കന്മാരെ വധിക്കരുത് എന്നും പിതാക്കന്മാർക്ക് പകരം മക്കളെ വധിക്കരുത് എന്നും ഒരു മനുഷ്യൻ അവന്റെ പാപം മൂലമാണ് വധിക്കപ്പെടേണ്ടത് എന്നും ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. അഥവാ ഏതൊരുത്തനാണോ അക്രമങ്ങളും അതിക്രമങ്ങളും ദുഷ്കർമ്മങ്ങളും ചെയ്യുന്നത് അതിന്റെ ശിക്ഷ അവൻ തന്നെയാണ് അനുഭവിക്കേണ്ടത് എന്നുള്ള കൃത്യമായ താക്കീതുകളാണ് യഥാർത്ഥത്തിൽ ബൈബിൾ പഴയ നിയമ പുസ്തകം ആവർത്തന പുസ്തകത്തിന്റെ 24-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിന്റെ 38 മുതൽ 40 കൂടിയ വരികളിലൂടെ ഉണർത്തുന്നു. അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. പാപഭാരം വഹിക്കുന്ന ഒരു മനുഷ്യനും മറ്റൊരുത്തന്റെ പാപഭാരം പേറേണ്ടതില്ല, വഹിക്കേണ്ടതില്ല. ഓരോ മനുഷ്യനും അവന്റെ പ്രയത്ന ഫലമാണ് ഉണ്ടാവുക. അവൻ പ്രയത്നിച്ചത് അവൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടി വരിക എന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായ താക്കീത് ചെയ്യുന്നു. അഥവാ ഏതൊരു മനുഷ്യന്റെയും കർമ്മം, ആ നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിന്റെ കർമ്മഫലം രക്ഷയാകട്ടെ ശിക്ഷയാകട്ടെ അവൻ തന്നെയാണ് അനുഭവിക്കേണ്ടത് എന്നാണ് മതദാർശനിക പ്രമാണങ്ങൾ ആ രംഗത്ത് നൽകുന്ന വിശദീകരണം. ഇവിടെ ഏതൊരു മനുഷ്യനും മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പിറന്നു വീഴുന്നത് ജന്മപാപം ഏറിക്കൊണ്ടോ ആദിപാപത്തിന്റെ വക്താവായിക്കൊണ്ടോ അല്ല. അത്തരമൊരു ആശയമോ ആദർശമോ മതം പഠിപ്പിക്കുന്നുമില്ല. പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങളിൽ അതേ കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു മനുഷ്യക്കുഞ്ഞും പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടെയാണ് എന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം എന്തിനേറെ വളരെ കൃത്യമായി യേശുവിന്റെ സാരോപദേശങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 കൂടിയ വരികൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ജന്മപാപമെന്ന ആദിപാപമെന്ന ആശയമോ ചിന്തയോ യേശു പഠിപ്പിച്ചിട്ടല്ല എന്ന്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് ഗുരു എന്നുള്ള മർമ്മപ്രസക്തമായ ചോദ്യത്തിന് ആൾക്കൂട്ടത്തിൽ നിന്നൊരു കുഞ്ഞിനെ തന്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് ആ കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് തന്റെ പ്രബോധിത സമൂഹത്തോട് യേശു പഠിപ്പിച്ചത്, നിങ്ങൾ കുഞ്ഞും മക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ആകുന്ന കാലമത്രയും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഇവനെ പോലെ സ്വയം എളിമപ്പെടുന്നവൻ മാത്രമാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനെന്ന്. ചെറിയ കുട്ടികളെ പോലെ പവിത്രമായ പരിശുദ്ധമായ മനസ്സിനുടമകളാകണമെന്നും സ്വയം എളിമപ്പെടുന്നവനാണ് സ്വർഗരാജ്യത്തിൽ 1-ാമത്തെ സ്ഥാനമെന്നുമെല്ലാം പഠിപ്പിക്കുന്ന യേശുവിന്റെ ഈ സാരോപദേശങ്ങളിൽ നിന്ന് ജന്മപാപം എന്നൊരാശയമോ ആദിപാപം എന്നൊരു ചിന്തയോ ആ മഹാനായ പ്രവാചകൻ യേശു ക്രിസ്തുവിന്റെ നാവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു മനുഷ്യനും ഈ ഭൂമി ലോകത്ത് പിറന്നു വരുന്നത് മഹാപാപിയായിക്കൊണ്ടോ ജന്മപാപമേറിക്കൊണ്ടോ ആദിപാപത്തിന്റെ വക്താവായിക്കൊണ്ടോ അല്ല. അതുകൊണ്ട് നാളെയുടെ ലോകത്ത് നമുക്ക് രക്ഷ ലഭിക്കണം, നമുക്ക് മോക്ഷം ലഭിക്കണം. ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, മാനവരാശിക്ക് ആത്യന്തികമായ മോക്ഷം ലഭിക്കേണ്ടതുണ്ട്. എന്തുണ്ട് പരിഹാരമാർഗം?
മോക്ഷത്തിന്റെ വഴിമാർഗം എന്താണ്? മോക്ഷം നേടിയെടുക്കാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ നേടിയെടുക്കാൻ എന്തു വേണം? പലരും മോക്ഷം നേടുവാനുള്ള വഴിമാർഗം എന്ത് എന്ന ചോദ്യത്തിന് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് പലരും ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. വൈദിക വേദ സംഹിതകളുടെ അദ്വൈത ഭാഷ്യം മനസ്സിലാക്കുന്നതിലൂടെ മാത്രമാണ്, ജ്ഞാനത്തിലൂടെ മാത്രമാണ്, അദ്വൈത ചിന്തയിലൂടെ മാത്രമാണ് മോക്ഷം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വീക്ഷണവുമായി ഒരു വശത്ത് ശ്രീ ശങ്കരാചാര്യർ, സൃഷ്ടിയും സൃഷ്ടാവും ഒന്നല്ല, രണ്ടും രണ്ടാണ്, ദ്വൈത ദർശനമാണ് മോക്ഷത്തിന് നിദാനം എന്നുള്ള മാധ്വാചാര്യന്റെ ചിന്ത മറ്റൊരു വശത്ത്, ഇതിൽ നിന്നും വ്യത്യസ്തമായി വിശിഷ്ടാദ്വൈത ദർശനത്തിന്റെ വക്താവായ ശ്രീ രാമാനുജന്റെ ചിന്തകൾ മറ്റൊരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ആദിപാപവും കുരിശുമരണവുമാണ് മോക്ഷത്തിന് നിദാനം എന്നുള്ള ചിന്തയുമായി പൗലോസിന്റെ വീക്ഷണവും പൗലോസിന്റെ ചിന്തവും മറ്റൊരു വശത്ത്, സവർണ മേധാവികളുടെ പാദസേവ ചെയ്യുക വഴി മാത്രമാണ് അവർണർക്ക്, സാധാരണ ഹരിജന ഗിരിജന വിഭാഗത്തിൽപ്പെട്ട കീഴാളന്മാർക്ക് മോക്ഷം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വാദമായി സവർണാധിപത്യ ചാതുർവർണ്ണ ചിന്തയുമായി സവർണ മേധാവികൾ മറ്റൊരു വശത്ത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംഘരതിയാണ് എല്ലാ അർത്ഥത്തിലും കുണ്ടലിനി ഉയർത്തുവാനുള്ള മാർഗമെന്നും അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സെക്സിനെ മോക്ഷത്തിന്റെ മാർഗമായി വിശദീകരിക്കുന്ന ഓഷോ രജനീഷിന്റെ ചിന്തകൾ മറ്റൊരു വശത്ത്. ഇങ്ങനെ വ്യത്യസ്തവും വികലവും വികൃതവുമായ വ്യത്യസ്തങ്ങളായ ചിന്തകളും ആശയങ്ങളും സമൂഹത്തിൽ സജീവമായ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ നിത്യജീവൻ നേടാൻ എന്തു വേണം ഗുരു? ആത്യന്തികമായി മോക്ഷം ലഭിക്കാൻ എന്തു ചെയ്യണം നമ്മൾ? സ്വർഗരാജ്യം നമുക്കായി തുറക്കപ്പെടണമെങ്കിൽ എന്തു വേണമെന്നുള്ള ചിന്തക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഇവിടെ മതദാർശനിക പ്രമാണങ്ങൾക്ക് എന്തു മറുപടിയാണ് നൽകാനുള്ളത്? യേശു ക്രിസ്തുവിനോട് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളുടെ ചോദ്യം, നിത്യജീവൻ നേടാൻ എന്തു വേണം ഗുരു? യേശുവിന്റെ നിർദ്ദേശം കൽപ്പനകൾ പാലിക്കണമെന്നാണ്. സട്ടാവ് പഠിപ്പിച്ച അവന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശിച്ചുകൊണ്ടുള്ള ജീവിതത്തെ സമൂലമായി ചിട്ടപ്പെടുത്തുകയും പരിവർത്തിപ്പിക്കുക വഴി മാത്രമാണ് മോക്ഷം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ, നിത്യജീവനിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് യേശുവിന്റെ ഉപദേശമായി മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നു, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സൽക്കർമ്മങ്ങളിലൂടെ സട്ടാവിന്റെ കൽപ്പനകളും നിയമങ്ങളും ജീവിതത്തിൽ പകർത്തുകയും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ദൈവത്തിന്റെ നിയമാനുശാസനങ്ങൾ അനുസരിച്ചിട്ടുള്ള പരിവർത്തനം വഴിയാണ് ആത്യന്തികമായ മോക്ഷം, സ്വർഗം ലഭിക്കാൻ കഴിയൂ എന്ന് പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ. 4-ാം അധ്യായം നിസാഇന്റെ 124-ാമത്തെ വചനം, വമൻ യഅമൽ മിനസ്സാലിഹാതി മിൻ ദക്കരിൻ വഉൻസ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നകീറ. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആരാണോ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ സജീവമാകുന്നത് അവർക്ക് സ്വർഗപ്രവേശമുണ്ട് എന്നും അവർക്ക് മോക്ഷമുണ്ട് എന്നും അവരോട് ഒരു തരിമ്പും അനീതി കാണിക്കില്ല എന്നും വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസാഇന്റെ 124-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മോക്ഷം നേടിയെടുക്കണമെങ്കിൽ മോക്ഷത്തിന്റെ വഴിയായി, മോക്ഷത്തിന്റെ മാർഗമായി മതം പഠിപ്പിക്കുന്നത് സട്ടാവിനെ അറിയലും അവന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കലാണ് അതിനുള്ള ഏക വഴിയും അതിനുള്ള ഏക മാർഗവും. യഥാർത്ഥത്തിൽ മനുഷ്യ കർമ്മങ്ങൾക്ക് തത്തുല്യമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ചിന്തയും വിശ്വാസവും തന്നെയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരത മണ്ണിൽ ജനിച്ച് ജീവിച്ചു മരിച്ചുപോയ പൗരാണികരായ ഋഷിവര്യന്മാരെയും സ്വാധീനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പൗരാണികരായ ഋഷിവര്യന്മാർ സ്വർഗ നരകങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്നും സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും അധർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന പാതാളത്തെക്കുറിച്ചും നാശത്തെക്കുറിച്ചും അവരെ അത്തരം ചിന്തകൾ സ്വാധീനിച്ചിരുന്നു എന്നും ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ ആഴത്തിൽ പഠനങ്ങൾ നടത്തിയ രാഹുൽ സംകൃത്യായന്റെ വിശ്വദർശനങ്ങളിലെ 552-ാമത്തെ പേജിൽ നമ്മൾ ഇക്കാര്യം വായിക്കുന്നു. എന്നാൽ ഈ അടിസ്ഥാന ചിന്തയിൽ നിന്നും ആശയത്തിൽ നിന്നും തെന്നിമാറി ഒരു പുത്തൻ ആശയമായി, ഒരു പുത്തൻ വാദമായി പുനർജന്മ ചിന്ത കടന്നു വരുന്നു. ജനങ്ങൾ വൈദിക കർമ്മകാണ്ഡങ്ങളിൽ നിന്ന് തെന്നിപ്പോയപ്പോ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമെന്നോണം ജൈവലി രാജാവും ബ്രാഹ്മണനായ ആരുണിയും കൂടെ നിർമ്മിച്ചതാണ് യഥാർത്ഥത്തിൽ പുനർജന്മ ചിന്ത, പുനർജന്മവാദം എന്ന് പഠിപ്പിക്കുന്ന വളരെ കൃത്യമായ ചാന്തകോപനിഷത്തിന്റെ 5-ാം മണ്ഡലം 10-ാം അധ്യായത്തിന്റെ 7-ാമത്തെ മന്ത്രം. രാഹുൽ സംകൃത്യായന്റെ വിശ്വദർശനങ്ങളിലെ 579-ാമത്തെ പേജിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നമ്മൾ കാണുന്നത്. തദ്യ ഇഹരമണീയ ചരണാം കബൂയാം യോനീം എന്ന് തുടങ്ങുന്ന ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണന്റെ, ക്ഷത്രിയന്റെ, വൈശ്യന്റെ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു എന്നും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ബ്രാഹ്മണന്റെ, ക്ഷത്രിയന്റെ, വൈശ്യന്റെ ജനനേന്ദ്രിയത്തിൽ ജനിക്കുക എന്നും അതേസമയം
ചീത്തകർമ്മങ്ങൾ ചെയ്യുന്ന, ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ചണ്ടാളന്റെയും പട്ടിയുടെയും പന്നിയുടെയും ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു എന്നുള്ള ചിന്തയാണ് ചാന്ദ്രകോപനിഷത്തിന്റെ 5-ാം മണ്ഡലത്തിലെ 10-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇവിടെ അടിസ്ഥാനപരമായ സ്വർഗ നരക ചിന്തകളിൽ നിന്ന് തെന്നിമാറി, മോക്ഷത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ചിന്തകളിൽ നിന്ന് തെന്നിമാറി പുനർജന്മ ചിന്തയിലേക്കും ആദിഭാവ ചിന്തയിലേക്കും ജന്മഭാവ ചിന്തയിലേക്കും പോയി പോകുന്ന വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളാണ് പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ നാളെയുടെ ലോകത്തെക്കുറിച്ച്, മനുഷ്യകർമ്മങ്ങൾക്ക് കൃത്യവും പൂർണ്ണവുമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. 3-ാം അധ്യായം ആലി ഇംറാന്റെ 185-ാമത്തെ വചനത്തിലൂടെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹാ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാവരും മരിക്കും. സകല ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളും, മതമുള്ളവനും മതമില്ലാത്തവനും, പരലോക നിഷേധിയടക്കം സകല മനുഷ്യരും മരിക്കും. മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്. ഇതൊരു പച്ചയായ സത്യമാണ്. അന്ന് ആ നാളെയുടെ ലോകത്താണ് മനുഷ്യകർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക. അന്ന് ആർക്കാണോ സ്വർഗപ്രവേശം സാധ്യമാവുക, അന്ന് ആർക്കാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക, അവനാണ് ആത്യന്തികമായ വിജയം നേടിയവൻ, മോക്ഷം നേടിയവൻ, നിത്യജീവനിൽ പ്രവേശിച്ചവൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണെന്ന് തിരിച്ചറിയണമെന്നുള്ള ശക്തമായ താക്കീതും ഖുർആൻ മാനവരാശിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. 3-ാം അധ്യായം ആല ഇംറാനിന്റെ 185-ാമത്തെ വചനത്തിലൂടെ. എങ്ങനെയാണ് നാളെയുടെ ലോകത്തെ നമുക്ക് നിഷേധിക്കാനാവുക? എങ്ങനെയാണ് പരലോകം എന്ന പച്ചയായ സത്യത്തെ ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യന് നിഷേധിച്ചു തള്ളാനാവുക? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കടന്നു വന്ന ഒരു കാട്ടറബി മരിച്ചുപോയ ഒരു മനുഷ്യന്റെ എല്ല് പൊടി പൊടിയാക്കി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അദ്ദേഹം ഊതിപ്പറപ്പിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ മുഹമ്മദ്, ഈ മനുഷ്യനെ രണ്ടാമതും നിന്റെ സൃഷ്ടാവ് പുനഃസൃഷ്ടിക്കുമെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നീ പറയുന്നത്? എന്താണ് നീ പറയുന്നത്? എല്ല് പൊടി പൊടിയാക്കി ഞാനിതാ ഊതിപ്പറപ്പിച്ചു കളഞ്ഞു. ഈ മനുഷ്യനെ രണ്ടാമതും നിന്റെ നാഥൻ പുനഃസൃഷ്ടിക്കുമെന്നോ? വളരെ ശക്തമായി ഈ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യന്റെ പെരുവിരൽ സൃഷ്ടിക്കാനും സംവിധാനിക്കാനും കഴിഞ്ഞ സട്ടാവിന് മനുഷ്യനെ പുനഃസൃഷ്ടിക്കുക ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 4-ാമത്തെ വചനത്തിലൂടെ, 3-4 വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിരലടയാള ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം, ആ രംഗത്തുള്ള ആധികാരിക ഗവേഷണ പ്രബന്ധ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്നത് 1880-കളിലാണ് സർ ഫ്രാൻസിസ് ഗോൾട്ടിന്റെ നേതൃത്വത്തിൽ. ഇന്ന് ലോകത്ത് വിരലടയാള ശാസ്ത്രം വല്ലാതെ വളരുകയും വികസിക്കുകയും ചെയ്തിരിക്കുകയാണ്. ലോകത്ത് ഇന്നുവരേക്കും ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജനിച്ച് ജീവിച്ചു മരിച്ചുപോയ പരകോടി മനുഷ്യരുടെ പെരുവിരൽ വ്യത്യസ്തം. ഇന്നും ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 700 കോടിയോളം എത്തി നിൽക്കുന്ന ലോക ജനസംഖ്യയുടെ പെരുവിരൽ വ്യത്യസ്തം. ഇന്നും ലോകത്തിന്റെ വിവിധ കോണുകളിൽ ലക്ഷോപലക്ഷം മാതാക്കളുടെ അധരങ്ങളിൽ ഘട്ടം ഘട്ടമായ വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കളുടെ പെരുവിരലും വ്യത്യസ്തം. അത്ഭുതകരമാവണ്ണം മനുഷ്യന്റെ പെരുവിരൽ സംവിധാനിക്കാനും സൃഷ്ടിക്കാനും കഴിഞ്ഞ സട്ടാവിന് രണ്ടാമതും മനുഷ്യനെ പുനഃസൃഷ്ടിക്കുക പ്രയാസമല്ല എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു എന്നത് എന്തുമാത്രം സത്യമോ, ഈ സമയം എന്തുമാത്രം സത്യമോ, അതിനേക്കാൾ ഉന്നതമായ ഒരു പച്ചയായ സത്യമാണ് നാളെയുടെ ലോകം. അതോടൊപ്പം തന്നെ നമ്മെ ഏതൊരവസ്ഥയിൽ അത്ഭുതകരമായി വാർത്തെടുക്കാനും സൃഷ്ടിക്കാനും കഴിഞ്ഞ സട്ടാവിന് രണ്ടാമത് നമ്മെ പുനഃസൃഷ്ടിക്കുക ഒരു പ്രയാസവുമുള്ള കാര്യമല്ല എന്ന് തിരിച്ചറിയാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം. ആ ലോകം, നാളെയുടെ ലോകം, ആ ലോകത്തിന്റെ നാഥനാരാണ്? ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സട്ടാവ് തന്നെയാണ് നാളെയുടെ ലോകത്തിന്റെയും നാഥൻ. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ചവൻ, ലോകത്തെ സകല മനുഷ്യരെയും സൃഷ്ടിച്ച, ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ച് അവർക്ക് കൃത്യവും വ്യക്തവും പൂർണ്ണവുമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന ലോകങ്ങളുടെ നാഥൻ തന്നെയാണ് നാളെയുടെ ലോകത്തിന്റെയും നാഥൻ. ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയെ പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. ഈ സൃഷ്ടിപ്രപഞ്ചത്തെ അത്ഭുതകരമായി സൃഷ്ടിച്ച സട്ടാവിനെ അറിയാൻ, അവനെ മനസ്സിലാക്കാൻ, അവന്റെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ മാനവരാശിയോട് ആഹ്വാനം ചെയ്യുന്നു.
إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അതേപോലെ തന്നെ രാവും പകലും മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന പഠിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. നിന്നും കിടന്നും ഇരുന്നും സട്ടാവിന്റെ അത്ഭുത സൃഷ്ടി സംവിധാനങ്ങളെ കുറിച്ച് നിരന്തരമായ പഠന മനന ഗവേഷണം നടത്തുന്ന ബുദ്ധിജീവിയുടെ വിവേകമതിയുടെ പ്രതികരണം റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, നാഥ ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. ജ്വലിക്കുന്ന സൂര്യനെ, പ്രഭചൊരിയുന്ന ചന്ദ്രനെ, മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളെ, ഞങ്ങളെയും കൊണ്ട് അതിവേഗതയിൽ തന്റേതായ ഭ്രമണ പദതലങ്ങളിലൂടെ മുന്നോട്ട് കുതിക്കുന്ന ഭൂമിയെ ഒന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര 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 പരിശുദ്ധൻ. ഫഖിന അദാബന്നാർ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുര സംരക്ഷിക്കണമേ എന്ന സമർപ്പണത്തിന്റെ പ്രതികരണമായിരിക്കണം, ആയിരിക്കും ബുദ്ധിജീവിയുടേത് എന്ന് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആല ഇമ്രാനിന്റെ 190, 191 വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നു. ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മുണ്ടകോപനിഷത്തിലെ 2-ാം മുണ്ടകത്തിലെ 2-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനം. നതത്ര സൂര്യോപാദിന ചന്ദ്രതാരകം നേമാ വിദ്യുതോപാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുപാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. നതത്ര സൂര്യോപാദിന ചന്ദ്രതാരകം, സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, താരകം താരസമൂഹങ്ങൾ പ്രകാശിക്കുന്നില്ല, നേമ വിദ്യുതോപാന്തി വിദ്യുത്തുക്കൾ മിന്നലുകൾ പ്രകാശിക്കുന്നില്ല, കുതോയം അഗ്നി അഗ്നിയുടെ കാര്യം പറയേണ്ടതുണ്ടോ, അഗ്നി ജ്വലിക്കുന്നില്ല, തമേവ ബന്ധം അനുപാതി സർവം തസ്യ ഭാസ സർവം ഇതം വിഭാതി. സർവസ്വവും ജ്വലിക്കുന്നത് പ്രകാശിക്കുന്നത് സട്ടാവ് നൽകിയ അറിവിന്റെ കഴിവിന്റെ വെളിച്ചത്തിലാണ് എന്ന് പഠിപ്പിക്കുന്ന മുണ്ടകോപനിഷത്തിന്റെ വചനങ്ങൾ. ഈ സൃഷ്ടിപ്രപഞ്ചത്തിന് നാഥനിലേക്ക് വിരൽ ചൂണ്ടുന്ന വരികൾ. അതുകൊണ്ട് സൂര്യാരാധന അരുതിയെന്നും, ചന്ദ്രാരാധന അരുതിയെന്നും, താരാരാധന അരുതിയെന്നും, അഗ്നി ആരാധന അരുതിയെന്നും, മിന്നലുകളെ ആരാധിക്കരുത് എന്നും അവയെല്ലാം സൃഷ്ടിച്ച സംവിധാനിച്ച സട്ടാവിനെ അറിയണമെന്നുള്ള വ്യക്തമായ സൂചനകൾ. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ തന്റെ ശക്തിയാൽ ലോകത്തെ സൃഷ്ടിച്ച, തന്റെ വിവേക ശക്തിയാൽ ആകാശത്ത് നിവർത്തിയ സട്ടാവിനെ പരിചയപ്പെടുത്തുകയാണ് ബൈബിൾ, പഴയ നിയമ പുസ്തകങ്ങൾ. ഭൂമിയെയും ഈ മഹാപ്രപഞ്ചത്തെയും ഉപരിലോകത്തെയും സൃഷ്ടിച്ച് സംവിധാനിച്ച സട്ടാവിനെ പരിചയപ്പെടുത്തുകയാണ് ബൈബിൾ, പഴയ നിയമ പുസ്തകം, യിരെമ്യാവിന്റെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനം. അതുകൊണ്ട് നമ്മയെല്ലാം സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ നാഥൻ തന്നെയാണ് നാളെയുടെ ലോകത്തിന്റെയും നാഥൻ. ആ സട്ടാവ് ഏകനാണ്. ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് മറുപടി പറയുന്ന മതവിശ്വാസികൾ. എത്ര എന്ന ചോദ്യത്തിന് 1, 2, 3, 33 കോടി എന്ന വ്യത്യസ്തങ്ങളായ മറുപടികൾ മുന്നോട്ട് വെക്കുന്ന മതവിശ്വാസികൾ. എന്നാൽ മതദാർശനിക പ്രമാണങ്ങൾക്ക് എന്താണ് ഈ രംഗത്ത് നൽകാനുള്ള മറുപടി? സട്ടാവിന്റെ ഏകത്വത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന വിശദീകരണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. ഖുൽ, പ്രവാചകരെ പറയുക, ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയുക പ്രവാചകരെ, അല്ലാഹു ഏകനാണ്. അല്ലാഹ് എന്നാൽ അത് മുസ്ലിങ്ങളുടെ പ്രത്യേക കുലദൈവത്തിന്റെ പേരല്ല, അറബികളുടെ പ്രത്യേക ഗോത്ര ദൈവത്തിന്റെ പേരുമല്ല. മറിച്ച് ഈ സൃഷ്ടിപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് കൃത്യമായ മാർഗദർശനം നൽകുന്ന ലോകങ്ങളുടെ തമ്പുരാനെ അറബി ഭാഷയിൽ വിളിക്കാവുന്ന, പരിചയപ്പെടുത്താവുന്ന ഏറ്റവും ഉന്നതമായ നാമമാണ് അല്ലാഹ്. അവൻ ഏകനാണ്. അവൻ ഏവർക്കും ആശ്രയം നൽകുന്നവനാണ്. അവന് സന്തതികളില്ല, അവൻ ആരുടെയും സന്തതിയല്ല, അവന് തുല്യനായി ആരും തന്നെയില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് അൽ-ഇഖ്ലാസ്, നിഷ്കളങ്കത എന്ന അധ്യായത്തിൽ 112-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 കൂടിയ വരികളിൽ സട്ടാവിന്റെ ഏകത്വത്തെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ. സട്ടാവിന്റെ ഏകത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മഹാനിർവ്വാണ സ്തോത്രത്തിന്റെ വചനങ്ങൾ. തദേകം സ്മരാമസ്തദേകം ജപാമ തദേകം ജഗത്സാക്ഷി രൂപം നമോ നമ. തദേകം സട്ടാവ് ഏകനാണ്. സ്മരാമസ്തദേകം, ആ ഏകനായ ദൈവത്തെ ഞങ്ങൾ സ്മരിക്കട്ടെ. ജപാമ, അവനെ മാത്രം ഞങ്ങൾ ജപിക്കട്ടെ. തദേകം ജഗത്സാക്ഷി രൂപം നമോ നമ, ജഗത്സാക്ഷി സ്വരൂപമായ ഉടയത്തമ്പുരാൻ ഏകനാണ്. നമോ നമ, അവനെ മാത്രം ഞങ്ങൾ നമിക്കട്ടെ, ആരാധിക്കട്ടെ, പൂജിക്കട്ടെ എന്ന വചനങ്ങൾ സട്ടാവിന്റെ ഏകത്വത്തെ കുറിച്ചാണ്.
മഹാനിർവാണ തത്വം നൽകുന്ന സൂചന. സട്ടാവിന്റെ ഏകത്വത്തെ കുറിച്ച് വളരെ ഗൗരവമായി പഠിപ്പിക്കുകയാണ്. മോസസിന്റെ സാരോപദേശങ്ങളിൽ പ്രത്യേകിച്ച് സട്ടാവിൽ നിന്ന് യഹോവയിൽ നിന്ന് ലഭിച്ച കൽപ്പനകൾ ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് മഹാനായ പ്രവാചകൻ മോസസ് പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പനയായി അദ്ദേഹം പഠിപ്പിച്ചത് ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്ന്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ ഇതേ ആശയവും ഇതേ ആദർശവും ഇതേ കൽപ്പന തന്നെയാണ് മഹാനായ പ്രവാചകൻ യേശുക്രിസ്തു ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് പഠിപ്പിച്ചതായി മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിലും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സട്ടാവിന്റെ ഏകത്വത്തെ കുറിച്ച് വളരെ കൃത്യമായി ഇവയെല്ലാം സംസാരിക്കുമ്പോൾ അനവധി ദൈവസങ്കല്പങ്ങളുടെ പിന്നാലെ മതവിശ്വാസികൾ പോയി പോകുമ്പോൾ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ പഠിപ്പിച്ച ചിന്തകളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മെ സൃഷ്ടിച്ച ഏകനായ സട്ടാവായ ഉടയ തമ്പുരാൻ അവനെല്ലാം അറിയുന്നവന്. അവൻ അറിയാത്തതായി ഈ വിശ്വമഹാപ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അവൻ അറിയാതെ ഒരു മരത്തിൽ നിന്ന് ഒരു ഇല പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. അവന്റെ അറിവില്ലാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു രോമം പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. പാറക്കെട്ടിന്റെ അടിയിലുള്ള കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകൾ വരെ, അതിന്റെ ഓരോ സ്റ്റെപ്പ് വരെ കൃത്യമായി അറിയുന്ന ലോകങ്ങളുടെ തമ്പുരാൻ, ആ സട്ടാവിനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാം അറിയുന്ന സർവജ്ഞനായ ലോകങ്ങളുടെ അധിപതിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 65-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പറയുന്നു, ഖുല്ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ആകാശഭൂമികളിലെ എല്ലാ അദൃശ്യജ്ഞാനവും അദൃശ്യകാര്യവും അറിയുന്നവൻ സട്ടാവായ പടച്ചറബ്ബാണ് എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 65-ാമത്തെ വചനത്തിലൂടെ എല്ലാം അറിയുന്നവൻ സട്ടാവാണെന്നുള്ള വ്യക്തമായ കാര്യത്തിലേക്ക് സൂചന നൽകുകയാണ്. മാണ്ഡവോപനിഷത്തിന്റെ 6-ാമത്തെ വചനം, ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ, ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ. സർവജ്ഞനായ സട്ടാവ് അവനാണ് എല്ലാം അറിയുന്നവൻ എന്ന് പരിചയപ്പെടുത്തുന്ന ഉപനിഷത്തിന്റെ വചനങ്ങൾ. കർത്താവെ, നീ അറിയാതെ ഒരു വാക്കുപോലും എന്റെ നാവിൽ നിന്നും പുറത്തേക്കില്ല എന്ന് പഠിപ്പിക്കുന്ന സങ്കീർത്തന പുസ്തകം 139-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വചനം. സട്ടാവ് അറിയാതെ ഒരു വാക്കുപോലും പറയാൻ എനിക്കാവില്ല എന്നുള്ള സൂചനകൾ നൽകുന്ന നേർക്കുനേരെയുള്ള പരാമർശങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പറിയുന്ന, നമ്മുടെ മനസ്സിന്റെ മന്ത്രം അറിയുന്ന, ഇന്നലെയെക്കുറിച്ചും ഇന്നിനെക്കുറിച്ചും നാളെയെക്കുറിച്ചും അറിയാവുന്ന ഈ മഹാപ്രപഞ്ചത്തെ അത്ഭുതകരമായി സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഏകനായ സട്ടാവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. ഈ ലോകത്തിന്റെയും നാളെയുടെ ലോകത്തിന്റെയും അധിപതിയായ സട്ടാവിന്റെ മുന്നിൽ മാത്രമേ നാം സ്വന്തത്തെ സമർപ്പിക്കാവൂ. ഇതാണ് മാനവരാശിക്ക് മുന്നിൽ ഇസ്ലാമിന് പറയുവാനുള്ളത്. 2-ാം അധ്യായം ബഖറയിലെ 21-ാമത്തെ വചനത്തിൽ, യാ യുഹന്നാസു ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത്, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച് നിങ്ങളുടെ സട്ടാവിന്റെ ആരാധ്യത നിങ്ങൾ അംഗീകരിക്കണം. അതെ, ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതം ചിട്ടപ്പെടുത്തണമെങ്കിൽ, മോക്ഷം നേടിയെടുക്കണമെങ്കിൽ, ജീവിതത്തെ പരിശുദ്ധമാക്കണമെങ്കിൽ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെങ്കിൽ ശുദ്ധ ഏകദൈവ ആരാധനയിലേക്ക് തിരിച്ചു വരണമെന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 21-ാമത്തെ വചനം. സട്ടാവിനോടുള്ള വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് മഹാനിർവാണ സ്തോത്രത്തിന്റെ വരികളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഓം പരബ്രഹ്മ നമസ്തേ പരമാത്മനെ എന്ന് തുടങ്ങുന്ന വരികൾ. ഓം പരബ്രഹ്മ നമസ്തേ പരമാത്മനെ. പരബ്രഹ്മത്തെ വാഴ്ത്തിക്കൊണ്ട് അവന്റെ മുന്നിൽ തുറന്ന മനസ്സുമായുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളെ നമുക്ക് മഹാനിർവാണ സ്തോത്രത്തിന്റെ വരികളിൽ വായിക്കുന്നു. സട്ടാവിന്റെ മുന്നിൽ മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 42 മുതൽ 44 വരെയുള്ള വരികളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെ ലൂക്കോസിന്റെ സുവിശേഷം പരിചയപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ സട്ടാവിനെയാണ് നാം ആരാധിക്കേണ്ടത്. നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സട്ടാവിനെ. ആ ഏകനായ സട്ടാവിന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണവിശേഷണങ്ങളിലോ ആരെയെങ്കിലും പങ്കുകാരെ ചേർത്താൽ അവർക്കൊരിക്കലും മോക്ഷം സാധ്യമല്ല, അവർക്കൊരിക്കലും നിത്യജീവൻ സാധ്യമല്ല, അവർക്കൊരിക്കലും സ്വർഗപ്രവേശം സാധ്യമല്ല എന്ന് പഠിപ്പിക്കുന്നു മതദാർശനിക പ്രമാണങ്ങൾ. ഖുർആൻ 5-ാം അധ്യായം ഇതിലെ 72-ാമത്തെ വചനം, ആരെങ്കിലും സട്ടാവിന്റെ ഏകത്വത്തിൽ അദ്വിതീയതയിൽ
നാമഗുണവിശേഷണങ്ങളിൽ പങ്കുകാരെ ചേർത്താൽ അവർക്ക് സ്വർഗം നിഷിദ്ധമെന്ന് അടിവരയിടുന്ന വിശുദ്ധ ഖുർആന്റെ വരികൾ. സെട്ടിപൂജ അരുത് എന്നും സെട്ടിപൂജ മോക്ഷത്തിന് തടസ്സം നിൽക്കുമെന്നും പഠിപ്പിക്കുന്ന ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ വചനം, അന്തം തമ പ്രവിശന്തിയെ സംഭൂതി മുബാസതേ തതോ പൂയൈവതേ തമോയൗ സംഭൂത്യാമ്രത. ജനിച്ച ജീവിച്ച മരിക്കുന്ന എന്തൊന്നിനെ ആരാധിച്ചാലും അത് ദേവഗണങ്ങളാകട്ടെ, പിതാക്കന്മാരാകട്ടെ, മനുഷ്യരാകട്ടെ, ആരുമാകട്ടെ, സട്ടാവനെയല്ലാതെ സൃഷ്ടിപൂജ അധിഷ്ഠിതമായ ചിന്തകളും വിശ്വാസവും അവന്റെ മോക്ഷത്തിന് തടസ്സമാകുമെന്ന് പഠിപ്പിക്കുന്ന വളരെ കൃത്യമായ ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ വചനത്തെ വിശദീകരിക്കുകയാണ് സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശത്തിലൂടെ. സെട്ടിപൂജ അരുത് എന്നും അത് സട്ടാവിന്റെ ശക്തമായ ശാപതാപ കോപങ്ങൾക്ക് കാരണമായി തീരുമെന്നുമുള്ള ശക്തമായ താക്കീത് നൽകുന്നു യഹോവ മോസസിന് നൽകുന്ന കൽപ്പനകളിൽ. അത് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ തുടങ്ങുന്ന വചനങ്ങൾ. ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത്, അവയുടെ മുന്നിൽ നീ തലകുനിക്കരുത്, അവയെ സേവിക്കരുത്. അതെ, ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ഒരിക്കലും സട്ടാവിനെയല്ലാതെ മറ്റൊരു സൃഷ്ടിയെയും ആരാധ്യമൂർത്തിയായി സ്വീകരിക്കരുത് എന്നും ആരുടെയും മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കരുത് എന്നും ആരുടെ മുന്നിൽ സാഷ്ടാംഗം നമിക്കരുത് എന്നും പഠിപ്പിക്കുന്ന ശക്തമായ കൽപ്പനകളാണ് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ സൃഷ്ടിപൂജ വെടിഞ്ഞ്, ബഹുദൈവാരാധന വെടിഞ്ഞ്, ശുദ്ധ ഏകദൈവാരാധന അധിഷ്ഠിതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വിധിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈ മഹിതമായ ആശയത്തെയും ആദർശത്തെയും ലോകത്ത് പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നവരാണ് സട്ടാവിനാൽ നിയോഗിതരായ പ്രവാചകന്മാർ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നീണ്ടു നിൽക്കുന്ന പ്രവാചക ശൃംഖല. അതിനിടയിൽ അബ്രഹാം പ്രവാചകനും മോസസ് പ്രവാചകനും ജീസസ് പ്രവാചകനും ഇസ്മായേലും ഇസ്ഹാഖും സോളമനും എല്ലാം തന്നെ കടന്നുപോയി. ഇവരേവരും ലോകത്തെ പഠിപ്പിച്ച അടിസ്ഥാന ആശയവും ആദർശവും ശുദ്ധ ഏകദൈവാരാധനയാണ്. മോക്ഷത്തിന്റെ മാർഗമായി, മോക്ഷത്തിന്റെ വഴിയായി, മോക്ഷത്തിന്റെ മാർഗമായി അവർക്കെല്ലാം ലോകത്തോട് പറയാനുണ്ടായിരുന്നത് ശുദ്ധ ഏകദൈവാരാധനയുടെ അടിസ്ഥാന ചിന്തയായിരുന്നു, അടിസ്ഥാന വിശ്വാസമായിരുന്നു. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് അനവധി പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഖുർആൻ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിന്റെ 24-ാമത്തെ വചനത്തിൽ താക്കീതുകാർമാർ കടന്നുപോവാത്ത ഒരു ഉമ്മത്തും ഒരു സമൂഹവും കടന്നുപോയിട്ടില്ല എന്ന് ഖുർആൻ ഉണർത്തുന്നു. അങ്ങനെ കടന്നുവന്ന അനവധി പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനോ അറബികളുടെ മാത്രം പ്രവാചകനോ കേവലം ഒരു അറേബ്യൻ പരിഷ്കർത്താവോ മാത്രമല്ല, മറിച്ച് ആ മഹാപ്രവാചകനെ ചൂണ്ടിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിൻ അക്തറ നാസി ലാ യഅലമൂൻ. ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വർഗത്തെക്കുറിച്ചുള്ള, മോക്ഷത്തിന്റെ മാർഗത്തെക്കുറിച്ചുള്ള കൃത്യമായ സന്തോഷ വാർത്ത അറിയിക്കാൻ കടന്നുവന്ന, നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീതുമായി കടന്നുവന്ന ലോകത്തിന്റെ പ്രവാചകനായി, മാനവരാശിയുടെ പ്രവാചകനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ വിശദീകരിക്കുന്നു. 34-ാം അധ്യായം സൂറത്ത് സബഇന്റെ 28-ാമത്തെ വചനം. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഖുർആൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് ആ പ്രവാചകന്റെ നിയോഗമെന്ന് ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 107-ാമത്തെ വചനത്തിലൂടെ ഉണർത്തുന്നു. ആ പ്രവാചകന്റെ വ്യക്തി ജീവിതത്തിലേക്ക്, ആ പ്രവാചകന്റെ മാതൃകായോഗ്യമായ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഖുർആൻ. അതെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അനുപമമായ മാതൃക ആ മഹാപ്രവാചകന്റെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ട് എന്ന് ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിൽ ജീവിതത്തിന്റെ നിഖില മേഖലകളും ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു പിതാമഹൻ എന്ന നിലയിൽ, ഒരു അയൽക്കാരൻ എന്ന നിലയിൽ, ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ, ഒരു ന്യായാധിപൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തിന്റെ നായകൻ എന്ന നിലയിൽ ജീവിതത്തിന്റെ നിഖില മേഖലയിലും അനുഭവമായ മാതൃക ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട് എന്ന് ഖുർആൻ ഉണർത്തുന്നു. വഇന്നക ലഅലാ ഖുൽഖിൻ അളീം, അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ് താങ്കൾ എന്ന് ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ വാനോളം പുകഴ്ത്തി പരിചയപ്പെടുത്തുന്നു. 68-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിലൂടെ ആ മഹാപ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ഇകഴ്ത്തുവാനും ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മഹിതമായ ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് അടുക്കുന്ന ഈ ആളുകളെ അവരുടെ മനസ്സിനെയും ചിന്തയെയും തിരിച്ചുവിടുവാനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണങ്ങളുടെ കെട്ടഴിച്ചു വിടുന്നവർ, വിമർശനങ്ങളുടെ ശരങ്ങൾ എഴുതി വിടുന്നവർ. എന്നാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രവാചകന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകൾ തുടങ്ങി പ്രവാചക ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പുഴുക്കുത്ത് കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഇന്നേ വരെയുള്ള ഇരുട്ടിന്റെ ശക്തികൾക്കോ ഇന്നേ വരെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് നിഷേധിക്കാനാവാത്ത ഒരു പച്ചയായ സത്യമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രൂരതയുടെ പ്രതീകമാണോ അതോ കാരുണ്യത്തിന്റെ പ്രതീകമാണോ? അതെ, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകന്നമാ ഖല الناس ജമീഅ. ആരെങ്കിലും ഒരാൾ ഒരു നിരപരാധി കാരണമില്ലാതെ അറുകൊല ചെയ്താൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും അറുകൊല ചെയ്തതിന് അത്തരം അതിക്രമമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തീവ്രവാദ ചിന്തകൾക്ക് പ്രചോദനം നൽകിയ വ്യക്തിത്വമാണോ അതല്ല സാധാരണത്തിൽ പ്രവാചകനാണോ? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, അതിനുവേണ്ടി വാളെടുക്കുന്നവൻ, അതിനുവേണ്ടി കോപിക്കുന്നവൻ, അതിന്റെ പേരിൽ കൊല്ലപ്പെടുന്നവൻ, അവൻ ജാഹിലിയ മരണമാണ് അവന്റേത്. അവൻ എണ്ണിപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ സാരോപദേശങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പ്രവാചകന് വർഗീയവാദിയായി മനസ്സിലാക്കാനാവുക? ഒരിക്കലുമില്ല. നന്മയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ പ്രവാചകനാണ് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവന്റെ നെഞ്ചു കുത്തിക്കീറി കരൾ കടിച്ചെടുത്ത് ചവച്ചരച്ച് കാർക്കിച്ചു തുപ്പിയ നിഷേധികൾക്ക് പോലും, ശത്രുക്കൾക്ക് പോലും മാപ്പ് നൽകിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരദാഹിയാണോ അതല്ല നന്മയുടെ വിട്ടുവീഴ്ചയുടെ മകുടോദാഹരണമാണോ? ശുദ്ധേക ദൈവാരാധന ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ച കാരണത്താൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച മുഴുവൻ വിശ്വാസികളെയും മക്കയിൽ നാട്ടിപ്പുറത്താക്കുകയും പലതവണ വധിക്കാൻ ശ്രമിക്കുകയും നിരന്തരമായ മർദ്ദനങ്ങൾക്ക് അവരെ വിധേയമാക്കുകയും ചെയ്ത മക്കയിലെ സത്യനിഷേധികൾ മക്ക വിജയവേളയിൽ അവരെല്ലാം റസൂലുള്ളാഹിന്റെ മുന്നിൽ അണിനിരത്തപ്പെട്ടപ്പോ ഏതർത്ഥത്തിലുള്ള കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാധ്യതകളും സാഹചര്യങ്ങളും അധികാര ഭദ്രതയും കയ്യിലുണ്ടായിട്ട് പോലും അവരോട് മാന്യമായ നിലപാട് സ്വീകരിക്കുകയും അവർക്ക് വിട്ടുവീഴ്ച നൽകുകയും ചെയ്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തദാഹിയാണോ അതല്ല വിട്ടുവീഴ്ചയുടെ, നന്മയുടെ, സമാധാനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വമാണോ എന്നത് ഏറെ പ്രസക്തമായ ചിന്തയാണ്. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുവാനും ആ പ്രവാചകനെ സമൂഹ മധ്യത്തിൽ മോശമായി ചിത്രീകരിക്കുവാനും ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് അടുക്കുന്ന മനസ്സുകളെ തിരിച്ചുവിടുവാനുമുള്ള ശ്രമങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെ ഭാഗമെന്നോണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാൻ തുടക്കം കുറിച്ചവൻ അബൂലഹബാണ്. തബ്ബലക യാ മുഹമ്മദ്, മുഹമ്മദെ നിനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ ശപിച്ചുകൊണ്ടുള്ള വാക്കുകൾ മുന്നോട്ട് വെച്ചവൻ. എന്നാൽ ആ അബൂലഹബിന്റെ തലവെട്ടാനോ കൈവെട്ടാനോ അല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും പരിശ്രമിച്ചത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന ശക്തമായ ഖുർആന്റെ വചനങ്ങൾ അവർ പാരായണം ചെയ്തു. എന്നെല്ലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എഴുതിക്കൊണ്ട് സംസാരിച്ചോ അതേ നാവുകൾ ചരിത്രത്തിൽ പിന്നീട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ പ്രചാരകരും അതിന്റെ പ്രബോധകരുമായ ചരിത്രമാണ് സുഹൈൽ ബിൻ അംറിന്റെ ചരിത്രം, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസിന്റെ ചരിത്രം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും പ്രമാണബദ്ധമായി മറുപടി നൽകുക, സൃഷ്ടിപരമായി നിയതമായ രീതിയിൽ മറുപടി നൽകാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതല്ലാതെ വികൃതമായ തീർത്തും വികലമായ നടപടിക്രമങ്ങളിലേക്ക് പോയി പോകരുത്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സമൂഹ മധ്യത്തിൽ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി മുദ്രകുത്തുവാനുള്ള ആസൂത്രിത ശ്രമങ്ങളിൽ, അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ മനഃപൂർവ്വം കാലെടുത്തു വെക്കുക എന്ന നടപടിക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ബുദ്ധിയുള്ള വിവേകമതികളായ മുസ്ലിം ഉമ്മക്ക് കഴിയേണ്ടതുണ്ട്. ആ മഹാപ്രവാചകനിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ലോകത്ത് സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണുള്ളത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പടച്ചറബ് അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തെ പടച്ചറബ് ലോകാവസാനം വരെ സംരക്ഷിക്കുമെന്നുള്ള പ്രഖ്യാപനവും ഇത് വിശുദ്ധ ഖുർആന്റെ മാത്രം പ്രഖ്യാപനമാണ്, വിശുദ്ധ ഖുർആന്റെ മാത്രം അവകാശവാദമാണ്. സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിച്ച് ലോകാവസാനം വരെയുള്ള മുഴുവൻ മാനവരാശിക്കും കൃത്യമായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇതാ ഗ്രന്ഥം ഖുർആൻ വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ഉന്നതമായ പ്രതിഫലം നൽകുന്ന ദൈവിക ഗ്രന്ഥം ഇതാ.
ഗ്രന്ഥമിതാ, ദൈവിക ഗ്രന്ഥമിതാ എന്ന് ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. ആ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് തീവ്രവാദത്തിലേക്കല്ല, ഭീകരതയിലേക്കല്ല, ടെററിസത്തിലേക്കോ ഫാസിസത്തിലേക്കോ അല്ല, മറിച്ച് സമാധാനത്തിലേക്കാണ്, മോക്ഷത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. 10-ാം അധ്യായം യൂനുസിന്റെ 25-ാമത്തെ വചനം. സട്ടാവ് ജനങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്. പടച്ചറബിന്റെ ഗ്രന്ഥം ലോകാവസാനം വരെയുള്ള മാനവർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളുമില്ലാതെ, പോരായ്മകളില്ലാതെ കൃത്യമായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം ഖുർആൻ വെല്ലുവിളിക്കുന്നു. അഫലാ യതദബ്ബറുനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആനെ കുറിച്ച് പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ദൈവികമല്ലായിരുന്നുവെങ്കിൽ ഒട്ടനവധി വൈരുദ്ധ്യങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇല്ല, ശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ ഏതേത് തലങ്ങളിലുള്ള പഠനങ്ങൾ എടുത്തു നോക്കിയാലും, ഏതേത് തലങ്ങളിലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിനെ പഠന വിധേയമാക്കിയാലും എവിടെയെങ്കിലും ഒരു പോരായ്മയോ ന്യൂനതയോ വൈരുദ്ധ്യമോ ചൂണ്ടിക്കാണിക്കാൻ ഇന്നുവരെ കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തെ സ്ഥാപിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കോ ഇസ്ലാമിന്റെ വിമർശകർക്കോ കഴിഞ്ഞിട്ടില്ല. അത്യുജ്വലമായി ഉജ്ജ്വലിക്കുന്ന പ്രകാശമായി മാനവർക്ക് മാർഗദർശനം നൽകുകയാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ഇതാണ് ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണം. ഈ ആധികാരിക പ്രമാണങ്ങൾ ഇതാണ് ഇസ്ലാമിനെ അറിയേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇനി വിമർശിക്കുകയാണെങ്കിൽ വരെ. പക്ഷേ പലപ്പോഴും സെപ്റ്റംബർ 11 അതല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരവാദ തീവ്രവാദ കേന്ദ്രങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ പേരിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ലോകം. ഇസ്ലാം ശാന്തിയുടെ, സമാധാനത്തിന്റെ, സമർപ്പണത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന മതങ്ങളിൽ അടിസ്ഥാനപരമായി പേരിൽ തന്നെ ശാന്തി, സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരേയൊരു മതം അത് ഇസ്ലാം മാത്രമാണ്. സിൽമ് എന്ന അറബി പദധാതുവിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമാകുന്നത്. ശാന്തി, സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം. ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം? ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് ഇസ്ലാം. എങ്കിൽ ആരാണ് മുസ്ലിം? ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുന്നവനാരോ അവനാണ് മുസ്ലിം. ലോകത്ത് പരസ്പരം കണ്ടുമുട്ടിയാൽ ശാന്തിക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടൊരു മതസമൂഹം ലോകത്ത് മുസ്ലിങ്ങളല്ലാതെ മറ്റാരാണുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സട്ടാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ താങ്കൾക്ക്. തിരിച്ചും താങ്കൾക്ക് സട്ടാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. തുറന്ന മനസ്സുമായി പരസ്പരം കണ്ടുമുട്ടിയാലുള്ള അഭിവാദ്യത്തിൽ പോലും സമാധാനത്തിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഭീകരവാദികളാകാനാവുക? ദിനം 5 നേരത്തെ നിർബന്ധ നമസ്കാരത്തിൽ നിന്നൊരു മുസ്ലിമിനെ വിരമിക്കണമെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പ്രാർത്ഥിച്ചേ തീരൂ, സലാം പറഞ്ഞേ തീരൂ. എന്താണത്? ലോകങ്ങളുടെ നാഥൻ എന്നുള്ള ശാന്തിയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിർബന്ധ നമസ്കാരത്തിൽ നിന്നൊരു മുസ്ലിം വിരമിക്കുന്നത്. എന്നിട്ടും തീർന്നോ? ലക്ഷക്കണക്കിന് ലോകത്തെ മുസ്ലിം പള്ളികളിൽ കോടാനുകോടി മനുഷ്യർ സട്ടാവിന്റെ മുന്നിൽ മനസ്സ് തുറന്നു പിന്നെയും പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. സട്ടാവേ, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി. നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ എന്ന് തുറന്ന മനസ്സുമായി പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഭീകരവാദികളാനാവുക? ഒരിക്കലും സാധ്യമല്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. മുസ്ലിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. തീവ്രവാദത്തിന്റെ വിഗത ചിന്തകളെ നെഞ്ചിലേറ്റേണ്ട ഗതികേട് മുസ്ലിം ഉമ്മക്കില്ല. അതുകൊണ്ട് തന്നെ ആ രംഗത്തുള്ള തിരിച്ചറിവ് മുസ്ലിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പേരിൽ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായ ചില വ്യക്തികൾ ചെയ്യുന്ന അതിക്രമങ്ങളുടെ, തോന്നിവാസങ്ങളുടെ പേരിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. പക്ഷെ പലപ്പോഴും ഇന്നത്തെ മാധ്യമങ്ങളും ഇന്നത്തെ മഞ്ഞപ്പത്രങ്ങളും അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് സജീവം, അത്തരം ശ്രമങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തവും ഒരു ഗതികേടിനും ലോകം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം നാമധാരികളായ ചില വ്യക്തികൾ ചെയ്യുന്ന അതിക്രമങ്ങളുടെ കാരണത്താൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുഹമ്മദ് നബിയെയും വിശുദ്ധ ഖുർആനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് സത്യത്തോടുള്ള കടന്നുകയറ്റമാണ്. പലപ്പോഴും ലോകത്ത് എവിടെ ബോംബ് പൊട്ടിയാലും, ലോകത്ത് എവിടെ പ്രശ്നമുണ്ടായിരുന്നാലും അത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഹമ്മദ് നബിയുടെയും വിശുദ്ധ ഖുർആനിന്റെയും തലയിൽ കെട്ടിവെക്കുവാൻ ആസൂത്രിത ശ്രമങ്ങളാണ് ഇന്നത്തെ മീഡിയ സമ്രാട്ടുകൾ, സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തന്ത്രത്തെ, ഈ കുതന്ത്രത്തെ തിരിച്ചറിയുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ലോകം കണ്ട സകല തോന്നിവാസങ്ങൾക്കും, ലോകം കണ്ട രക്തരൂക്ഷിത വിപ്ലവങ്ങൾക്കും, ലോകം കണ്ട ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും, ലോകം കണ്ട മഹായുദ്ധങ്ങൾക്കും അടിസ്ഥാന കാരണം ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? അല്ലല്ലോ സഹോദരങ്ങളെ.
ലക്ഷക്കണക്കിന് മനുഷ്യർ അറുകൊല ചെയ്യപ്പെട്ട ഫസ്റ്റ് വേൾഡ് വാറിന് തിരികൊളുത്തിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? ഒന്നാം ലോക മഹായുദ്ധത്തെക്കാൾ അതിനേക്കാൾ ഇരട്ടിക്കിരട്ടി മനുഷ്യർ അറുകൊല ചെയ്യപ്പെട്ട സെക്കൻഡ് വേൾഡ് വാറിന് തിരികൊളുത്തിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? റഷ്യൻ വിപ്ലവത്തിന് തിരികൊളുത്തി സ്വകാര്യ സ്വത്തിന്റെ സർവനാശത്തിന് വേണ്ടി കോടിക്കണക്കിന് മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല്ലുവാൻ പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? അല്ലല്ലോ സഹോദരങ്ങളെ. അസമിൽ ഉൾഫ തീവ്രവാദികളുടെ കയ്യിൽ AK-47 വെച്ചു കൊടുത്തു വക്കടാവടി എന്ന് പറഞ്ഞത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? പഞ്ചാബിലെ ഖാലിസ്ഥാൻവാദികളുടെ മനസ്സിൽ ഖാലിസ്ഥാൻ ചിന്തകൾ കുത്തിനിറച്ച് അവരുടെ കയ്യിൽ ബോംബ് വെച്ചു കൊടുത്തത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? LTT പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള പുലി ഗ്രൂപ്പുകൾക്ക് ആത്മഹത്യാ സ്ക്വാഡുകളാകാനുള്ള പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ഐറിഷ് ചിന്തകൾക്ക് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ച് AK-47 തങ്ങളുടെ മുന്നിലുള്ളവരുടെ നെഞ്ചു ലക്ഷ്യമിട്ട് കാഞ്ചു വലിക്കുന്നവർക്ക് പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? വിയറ്റ്നാമിലെ 10-40 ലക്ഷത്തിലധികം ആളുകളെ അറുകൊല ചെയ്യുവാൻ പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? അല്ലല്ലോ. എന്നിട്ടും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിലാക്കുവാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഇസ്ലാം നീതിയുടെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ ഭാഗത്ത് അടിയുറച്ചു നിൽക്കുന്നു എന്നൊരൊറ്റ കാരണത്താൽ ഇസ്ലാം സകലവിധ തോന്നിവാസങ്ങൾക്കും, ഇസ്ലാം സകലവിധ ചൂഷണങ്ങൾക്കും, ഇസ്ലാം സകലവിധ അതിക്രമങ്ങൾക്കുമെതിരെ ശക്തമായ, ഭദ്രമായ, പ്രമാണബദ്ധമായ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചൂഷകന്മാർക്ക്, സ്വാർത്ഥമതികൾക്ക്, ഇരുട്ടിന്റെ ശക്തികൾക്ക്, അതേ സത്യത്തിന്റെ ശത്രുക്കൾക്ക് ദഹിക്കുന്നില്ല, സഹിക്കുന്നില്ല, രസിക്കുന്നില്ല. അവർക്ക് ഇസ്ലാമിനോട് അറപ്പും വെറുപ്പുമാണ്. ആ അറപ്പും വെറുപ്പുമാണ് അവ ഇന്നത്തെ കാലത്തെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായ മീഡിയയിലൂടെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിക ഭീകരവാദം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിനെ അറിയണം. ഇസ്ലാം മോക്ഷത്തിന്റെ മാർഗമാണ്, സമാധാനത്തിന്റെ മാർഗമാണ്, നന്മയുടെ ആദർശ പ്രസ്ഥാനമാണ്. മനുഷ്യ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന നാളെയുടെ ലോകത്ത് നമുക്കായി സ്വർഗ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടണമെങ്കിൽ, നരകശിക്ഷയിൽ നിന്ന് ആത്യന്തികമായി നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ സട്ടാവിനെ അറിയുകയും അവനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും അവന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ പരിപൂർണമായി സമൂലമായി ചിട്ടപ്പെടുത്തുകയും അവന്റെ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും അവരിലൂടെ ലോകം കണ്ട വേദഗ്രന്ഥങ്ങളെ മനസ്സിലാക്കുകയും അതിലെ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെ സ്വന്തം മാർഗമായി, മാർഗദർശനമായി ഏറ്റെടുക്കുകയും ആ വിശുദ്ധ ഖുർആനിനെ സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു തന്ന പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക വഴി നാളെയുടെ ലോകത്ത് സ്വർഗം സാധ്യമാണ്. ഈ മഹിതമായ മോക്ഷത്തിന്റെ മാർഗത്തെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും കണ്ണും കാതും തുറന്ന് മനസ്സും മസ്തിഷ്കവും സജീവമാക്കി ചിന്തിക്കണമേ, പഠിക്കണമേ, മനസ്സിലാക്കണമേ എന്നുണർത്തിക്കൊണ്ട് മോക്ഷത്തിന്റെ മാർഗമെന്ന മർമ്മപ്രസക്തമായ ഈ വിഷയത്തെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ തുറന്ന സംശയങ്ങൾ, തുറന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർന്നുള്ള ചോദ്യോത്തര സെഷനെ സജീവമാക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഇത്രയും നേരം കണ്ണും കാതും കൽബും തുറന്ന് ശ്രവിച്ച നിങ്ങളുടെ മനസ്സിൽ സമർപ്പിക്കുകയാണ്. ചിന്തിക്കണമേ, പഠിക്കണമേ, മനസ്സിലാക്കണമേ. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.